എല്ലാവർക്കും നമ്മുടെ മൂന്നാർ യാത്രയുടെ അവസാനത്തെ എപ്പിസോഡായ 12ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. 12ാമത്തെ എപ്പിസോഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പത്തുള്ള നമ്മുടെ MSR മുന്തിരി തോട്ടത്തിൻ്റെ മുൻപിലാണ്. അതിൻ്റെ തൊട്ട് മുന്നിൽ കൂടെയുള്ള ഹൈവേ ആണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ഗ്രേപ്പ് ഫാമും കൂടെ ഉണ്ട്. പക്ഷേ ഇവിടെ വരുന്നവരെല്ലാവരും കയറുന്നത് ഈ കാണുന്ന MSR, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ MSR ഗ്രേപ്പ് ഫാമിൻ്റെ ഉള്ളിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, എല്ലാ ഗ്രേപ്പ് ഫാമിലും എല്ലാവർക്കും ഏത് സമയത്തും കയറാൻ പറ്റില്ല. ചില ഗ്രേപ്പ് ഫാമിൽ അവർ കയറുന്നതിന് നമ്മുടെ നിന്ന് വേറെ എക്സ്ട്രാ പൈസയൊക്കെ മേടിക്കും. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ അടുത്തുള്ള ഒരു കൃഷിസ്ഥലമാണ്. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ MSR ഗ്രേപ്പ് ഫാമിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, മറ്റുള്ള ഗ്രേപ്പ് ഫാം പോലെയല്ല, എല്ലാവർക്കും ഏത് സമയത്തും വെൽക്കം ആണ്. അപ്പോൾ ഇതവരുടെ ഒരു ഓഫീസാണ്. അപ്പോൾ നമ്മൾ ഗ്രേപ്പ് ഫാമിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവിടെ ഒരു കൗണ്ടറാണ് കേട്ടോ. ഇവിടെ വൈനുണ്ട്, പിന്നെ അതുകൂടാതെ മുന്തിരി പല ടൈപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പെട്ടിയിലാണ് അവർ നമുക്ക് ഈ മുന്തിരി ആക്കി തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മേടിക്കുന്നില്ല, പോകാൻ നേരത്ത് മേടിക്കാമെന്ന് ഓർത്തു. ഇവിടെ വൈനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പല ഐറ്റംസ് ഉണ്ട്, മുന്തിരി മാത്രമല്ല വേറെ എന്തൊക്കെയോ പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വൈൻ കുപ്പിയിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർത്ത് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഫ്രഷായിട്ട് ജ്യൂസ് അടിക്കുന്ന ഒരു കൗണ്ടറും കൂടെ ഈ MSR ഗ്രേപ്പ് ഫാമിലുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇവിടുന്ന് ജ്യൂസ് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. നമ്മളങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു. ഈ ഒരു ഭാഗത്ത് പച്ചയും പഴുത്തതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോട്ടമാണ് കേട്ടോ. ഒരുപാട് തോട്ടമുണ്ട്, വിശാലമായ മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ കൂടെ പച്ച എല്ലാം കൂടെ മിക്സഡാണ്. അപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ച് ഒരു വലിയ വിശദീകരണവും തരേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കാണുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പല സ്ഥലങ്ങളിലായി ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് മുന്തിരി പറിച്ചാൽ 500 രൂപയാണ് ഫൈൻ ഈടാക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കമ്പത്തുള്ള മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ മൂന്നാർ യാത്രയുടെ അവസാനത്തെ എപ്പിസോഡായ 12ാമത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ വരാത്തവർ ഒരു തവണയെങ്കിലും സമയം കണ്ടെത്തി വരാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുമല്ലോ. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചയിൽ നിന്നും ഞാനും സാവധാനം മടങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.